നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപകടക്കണിയായി ഷൊർണൂർ പഴയ ടോൾ ബൂത്ത് പരിസരം. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പഴയ ടോൾ ബൂത്ത് പരിസരം അപകട മേഖലയായി മാറുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. കർക്കിടകം 1 രാമായണ മാസാരംഭത്തിന് തുടക്കം. കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് അണിനിരന്നത് 50ഓളം ആനകൾ. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളും രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും. തൃശൂരിൽ കനത്ത മഴയെ തുടർന്ന് ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വാഹനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി വാഹനങ്ങൾ പുറത്തെടുത്തു. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. വരവൂർ പിലക്കാട് വടക്കേ പെരുങ്കുന്നത്ത് നഗറിൽ താമസിക്കുന്ന 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ഷൊർണൂർ പഴയ ടോൾ ബൂത്ത് പരിസരം അപകടക്കണിയൊരുക്കുന്നു. ഇവിടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പഴയ ടോൾ ബൂത്ത് പരിസരം അപകട മേഖലയായി മാറുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ നിരന്തരമായി ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുതുരുത്തിയിൽ നിന്നും ഷൊർണൂരിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ബ്രേക്കർ അനിവാര്യമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പ്രധാനമായും ഷൊർണൂരിൽ നിന്നും മുണ്ടായ ഗണേഷ്ഗിരി ഭാഗങ്ങളിലേക്ക് തിരിയുന്ന വാഹനങ്ങളാണ് ഇവിടെ വലിയ അപകട സാധ്യത നേരിടുന്നത്. ശാന്തിതീരം ശ്മശാനം, ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കേരളീയ ആയുർവേദ സമാജം എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് വലതുവശത്തേക്ക് തിരിയുന്നതിനായി കാത്തുനിൽക്കുമ്പോൾ തൃശൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയോ കൂട്ടിയിടിക്കാൻ കാരണമാകുകയോ ചെയ്യുന്നു. ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഷൊർണൂർ നഗരസഭാ കൗൺസിലർ EP നന്ദകുമാർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കൊച്ചിൻ പാലത്തിന് സമീപം പഴയ ടോൾ ബൂത്ത് ഇരിക്കുന്ന പ്രദേശത്ത് വളരെയധികം അപകട ഭീഷണിയിലാണ് ആ പ്രദേശം. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അമിതമായ സ്പീഡിൽ വരികയും തിരിച്ച് ഷൊർണൂരിൽ നിന്ന് മുണ്ടായ ഗണേശഗിരി പ്രദേശത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അങ്ങോട്ട് വലതുവശത്തേക്ക് തിരിയുന്ന സമയത്ത് വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കാറുണ്ട്. ഈ പ്രദേശത്ത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരു സ്പീഡ് ബ്രേക്കർ അവിടെ വേണമെന്ന് കുറേ കാലമായിട്ടുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരമായിട്ടുണ്ട്. അത് അടിയന്തരമായി ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ആ പ്രദേശത്ത് ആ സ്ഥലത്ത് അപകട ഭീഷണി ഇല്ലാതെ ഇരിക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും കൗൺസിലർ എന്ന രീതിയിൽ എനിക്കും ആവശ്യപ്പെടുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് 50ഓളം ആനകളാണ് ഇത്തവണ എത്തിയത്. ഓരോ ആനയ്ക്കും 10 ഔഷധ ഉരുളയും 10 പട്ടയും തണ്ണിമത്തൻ, മുന്തിരി, കരിമ്പ്, കക്കരിക്ക തുടങ്ങിയവയും കൊടുത്തു. പുലർച്ചെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വടക്കുനാഥനെ വണങ്ങി പടിഞ്ഞാറെ ഗോപുരനട വഴിയാണ് ആനകൾ തിരുമുറ്റത്തെത്തിയത്. മന്ത്രി OJ ജനീഷും MLA ചാണ്ടി ഉമ്മനും രാജൻ പലരും ചടങ്ങിൽ പങ്കെടുത്തു. 42 കൊമ്പന്മാരും 8 പിടിയാനകളുമാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർക്കിടകം 1 പിറന്നു. രാമായണ മാസാചരണത്തിന് തുടക്കമായി. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകൾ, രാമായണ പാരായണം, ഔഷധക്കഞ്ഞി വിതരണവും എന്നിവ നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രദർശനത്തിനായി നിരവധി പേരാണ് എത്തിയത്. കർക്കിടകം 1 പിറന്നു. വീണ്ടും ഒരു രാമായണ മാസാചരണത്തിന് തുടക്കമായി. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പുണ്യമാസക്കാലം. പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മാസത്തിന് ആരംഭം. അതിവിശേഷമായ കർക്കിടക മാസം ഭക്തിപൂർവ്വമാണ് ആചരിക്കുക. സംക്രമദീപം തെളിയിച്ച് സൂര്യഭഗവാന്റെ അനുഗ്രഹവും തേടും ഭക്തർ. 2 നേരവും ഭഗവതിക്ക് വിളക്ക് വയ്ക്കുക, രാമായണം വായിക്കുക, ദശപുഷ്പം ചൂടുക, പത്തിലക്കറി കൂട്ടുക വളരെ പ്രധാനം. സ്വന്തം വീട് ദേവഗൃഹമായി സങ്കല്പിച്ച് ശുദ്ധത്തോടെ കർക്കിടക മാസം ആചരിക്കുന്നു. മത്സ്യമാംസം ആഹാരങ്ങൾ ഉപേക്ഷിച്ച് ഈശ്വരീയമായ ചിന്തയിലേക്ക് കുടുംബത്തെ മുഴുവൻ മാറ്റിയെടുത്ത് ഒരു നല്ല സംസ്കൃതിയുടെ ഭാഗമാവാം. വിവിധ ക്ഷേത്രങ്ങളിൽ
വിശേഷാൽ പൂജകൾ, രാമായണ പാരായണം, ചിലയിടങ്ങളിൽ ഔഷധ കഞ്ഞി വിതരണം എന്നിവയും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നിരുന്നു. കല്ലിപ്പാടം എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ രാമായണ പാരായണമുണ്ടായി. പദ്ധതി മധ്യേ കൊന്നു സത്വരം പിതാശ്രമം ബദ്ധമോദേന പുപ്പുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോട് വിശേഷാൽ ചടങ്ങുകളും ഔഷധക്കഞ്ഞി വിതരണവുമുണ്ടായിരുന്നു. ഇരട്ടമ്പലം ശിവക്ഷേത്രം, ചുടുവാലത്തൂർ ശിവക്ഷേത്രം, പറക്കുട്ടിക്കാവ് ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലും വിശേഷാൽ ചടങ്ങുകളും മറ്റു അനുബന്ധ പരിപാടികളും നടന്നിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ കുഴക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ കുഴക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന മഹാഗണപതി ഹോമം, ആനയൂട്ട്, മഹാഭഗത് സേവ എന്നിവ ഭക്തിസാന്ദ്രമായി. കർക്കിടകം 1 വെള്ളിയാഴ്ചയായിരുന്നു ചടങ്ങ്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു. തുടർന്ന് മഹാഗണപതി ഹോമം ആരംഭിച്ചു. ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ തീയന്നൂർ മനക്കൽ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് തന്ത്രി ഗജവീരന് ആദ്യ ഉരുള നൽകി ആനയൂട്ട് കർമ്മം നിർവഹിച്ചു. ഇതിനുശേഷം ഭക്തരും ആനയൂട്ട് കർമ്മം നിർവഹിച്ചു. മഹാഗണപതി ആനയൂട്ട്, മഹാഭഗവത് സേവ തുടങ്ങി പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ കനത്ത മഴയെ തുടർന്ന് ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വാഹനങ്ങളിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. ഫയർഫോഴ്സ് എത്തി വാഹനങ്ങൾ പുറത്തെടുത്തു. ചെറുതുരുത്തിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. വരവൂർ തളി പിലാക്കാട് വടക്കേ പെരുങ്കുന്നത്ത് നഗരിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യന്റെ മകൻ 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. മാതാവ് മീനാക്ഷി, ഭാര്യ ചന്ദ്രിക, മക്കൾ ഐശ്വര്യ, അഞ്ജലി, അജയ്, വിഷ്ണു. കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കുടുംബശ്രീ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഷൊർണൂർ നഗരസഭ CDSന്റെ പൊതുസഭയും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ സമൂഹത്തിന് ഗുണകരമായ രൂപത്തിലുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമൊക്കെ ആവശ്യമായ ചിന്തകളും ആലോചനകളും ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ കഴിഞ്ഞ കാലത്ത് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടത്തോളം എത്തിയിട്ടുള്ളത്. 28 വയസ്സ് എന്ന് പറഞ്ഞാൽ നല്ല യൗവനത്തിൻ്റെ സമയമാണ്. 28 വയസ്സ് യുവത്വത്തിൻ്റെ പ്രസരിപ്പോട് കൂടി തന്നെ അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച് മുന്നേറാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യപരമായുള്ള കൂടിച്ചേരലിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി തന്നെയാണ്. വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂർ മയിൽവാനം കമ്മ്യൂണിറ്റി ഓഡിറ്റോറിയത്തിലായിരുന്നു നഗരസഭ CDSന്റെ പൊതുസഭ സംഘടിപ്പിച്ചത്. 3 മാസം കൂടുമ്പോഴാണ് ഇത്തരത്തിൽ പൊതുസഭ സംഘടിപ്പിക്കുക. കാശിനാഥ് ചികിത്സാ സഹായം കൈമാറൽ, ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് കാർഡ് വിതരണം, A സ്റ്റാർ കിട്ടിയ കുടുംബശ്രീകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി M മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDS ചെയർപേഴ്സൺ P ജിഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C സൗമ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, കൗൺസിലർ മുഹമ്മദ് ആഷിഖ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം തുടങ്ങി. സ്കൂൾ മാനേജർ KR മോഹൻദാസ് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മ്യൂസിക് ഫ്യൂഷൻ, ചിത്ര പ്രദർശനം, പുസ്തക പ്രദർശനവും എന്നിവയും ഉണ്ടായിരുന്നു. 9ഓളം ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടന്നത്. സ്കൂൾ മാനേജർ KR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. സീനിയർ അധ്യാപകൻ NP രാമദാസൻ S ജാനകി അനുസ്മരണം നടത്തി. പ്രധാനാധ്യാപകൻ SP രാമപ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ അധ്യാപകൻ മണികണ്ഠൻ, മദർ PTA പ്രസിഡന്റ് D അജിത, SRG കൺവീനർ D നവീൻ തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ ക്ലബ്ബുകൾ നടത്തിയ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. തുടർന്ന് മ്യൂസിക് ഫ്യൂഷൻ അരങ്ങേറി. സയൻസ് ക്ലബിന്റെ സയൻസ് പവലിയനും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പുസ്തക പ്രദർശനവും ആർട്സ് ക്ലബിന്റെ ചിത്ര പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടത്തിയിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂരിൽ CPI ലോക്കൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗം ചേർന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവ് K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി KV ബാബു അധ്യക്ഷത വഹിച്ചു. M. ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മണ്ണൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ മണ്ണൂരിലെ CPI അതിജീവിക്കുമെന്ന് മണ്ഡലം സെക്രട്ടറി KV ബാബുവും M. ജയകൃഷ്ണനും പറഞ്ഞു. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മുരളി K. തരേക്കാട്, മണ്ഡലം കമ്മിറ്റി അംഗം EP. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ നയനപഥം യൂണിറ്റിന്റെ സഹായത്തോടുകൂടി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ കൂടി നന്ദിയും ഭാഗവും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കണ്ണുപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം എന്ന ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെ സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിഷയം പറഞ്ഞതുപോലെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം പ്രധാനമാണ്. നമുക്ക് ഏതും ഒഴിവാക്കാൻ പറ്റാത്ത അവയവങ്ങളാണ്. എന്നാലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിശ്വം അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ SJN നജീബ്, ജനപ്രതിനിധികളായ ഹുസൈൻ ഷഫീഖ്, സൗമ്യ, ജയന്തി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK. സുരേഷ് സ്വാഗതവും JPHN സുനിത നന്ദിയും പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ അനുവിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡയബറ്റിക് റെറ്റിനോപ്പതി പരിശോധന, കണ്ണിന്റെ കാഴ്ച പരിശോധന, ഫണ്ടോസ്കോപ്പി പരിശോധന എന്നിവ ക്യാമ്പിൽ നടന്നു. പരിശോധന നടത്തി തീവ്ര ശസ്ത്രക്രിയയ്ക്ക് അർഹമായവരെ തിരഞ്ഞെടുക്കുകയും മറ്റു വിദഗ്ധ പരിശോധനകൾ ആവശ്യമുള്ളവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. ക്യാമ്പിൽ 150-ൽ പരം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകടക്കണിയായി ഷൊർണൂർ പഴയ ടോൾ ബൂത്ത് പരിസരം. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പഴയ ടോൾ ബൂത്ത് പരിസരം അപകട മേഖലയായി മാറുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. കർക്കിടകമെന്ന് രാമായണ മാസാരംഭത്തിന് തുടക്കം. കോരിച്ചൊരിയുന്ന മഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് അണിനിരന്നത് 50ഓളം ആനകൾ. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളും രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും. തൃശൂരിൽ കനത്ത മഴയെ തുടർന്ന് ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വാഹനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി വാഹനങ്ങൾ പുറത്തെടുത്തു. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. വരവൂർ പിലക്കാട് വടക്കേ പെരുങ്കുന്നത്ത് നഗറിൽ താമസിക്കുന്ന 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.